ഗാഥ ഡോക്ടറോട് ഇനി ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ആള് കൂടിയ പാമ്പ് ചാവില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്കൊരു സംശയം ഉണ്ടായത്, ഇത്രയും പേര് ഒരു സ്ഥലത്ത് കൂടി നിൽക്കുമ്പോൾ പല പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഈ ഗൈനക്കോളജിസ്റ്റും അല്ലെങ്കിൽ അനസ്തീഷ്യ ഡോക്ടറും രോഗിയും നഴ്സുമാരും ഒക്കെ മാത്രമുള്ള ഒരു പ്രസവ മുറിയാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ഒരുപാട് പേര് ആളുകൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് കൂടുമ്പോൾ അങ്ങനത്തെയുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും കൂടുതൽ പേര് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാലും പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി, അപ്പം നമുക്കത് മാനേജ് ചെയ്യാനുള്ളൊരു സ്പേസ് ഒക്കെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. പിന്നെ അവരും പാനിക്ഡ് ആവും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരും പാനിക്ഡ് ആവും, പേഷ്യൻറ്റും പാനിക്ഡ് ആവും. അപ്പോൾ ഈ ബർത്ത് കമ്പാനിയൻ എന്നുകൊണ്ട് നമ്മളൊരു പോസിറ്റീവ് ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതൊരു നെഗറ്റീവ് ഇതിലോട്ടും പോകാൻ സാധ്യതയുണ്ട് ഒരുപാട് പേര് കൂടി നിൽക്കുമ്പോൾ. ഇപ്പോൾ ശരിക്കും ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരാൾ, കൂടിപ്പോയ നിർബന്ധമാണെങ്കിൽ 2 പേര് മാസ്ക് ധരിച്ചിട്ട് സ്റ്റെറൈൽ പ്രിക്കോഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് മാസ്കും ഗൗണും ധരിച്ചിട്ട് നമ്മൾ ഡെലിവറി എടുക്കാൻ ഡോക്ടേഴ്സ് നിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പേഷ്യൻ്റ് സൈഡിൽ അവർക്ക് കൈ പിടിച്ച് ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വന്നാൽ പല പല അഭിപ്രായം പറയും. നമ്മൾ ചിലപ്പോൾ കരയുന്നത് നമ്മുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ അമ്മയോട് പറയും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കില്ല അല്ലേ? ആ ഒരു തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആവശ്യമില്ലാത്തൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഒരുപാട് പേര്. ഇപ്പോൾ ഡെലിവറി സമയം, അതായത് നമ്മൾ പറയുന്ന സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്ന സമയത്താണ് സെർവിക്സ് മൊത്തത്തിൽ ഡൈലേറ്റ് ചെയ്തിട്ട് ബേബി പുറത്തോട്ട് വരുന്ന സമയം. ആ സമയത്ത് ഡെലിവറി ചെയ്യുന്ന ബെഡിൻ്റെ അടുത്ത് ഒന്നോ കൂടിപ്പോയ 2 ബൈസ്റ്റാൻഡേഴ്സ് കൂടെ നിൽക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പുഷ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനും എല്ലാത്തിനും അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ആൾ കൂടുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം കൂടി വരും. ഈ ഇൻഫെക്ഷന് ഉപരിയായിട്ട് ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ, അൺനെസസറി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി എനിക്ക് അനഘയോടാണ് ചോദിക്കാനുള്ളത്. അനഘയ്ക്ക് അങ്ങനെ ഒന്ന് പ്രസവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. അപ്പോൾ ഒന്നുകൂടി ഇനി ഒരു പ്രസവത്തിലേക്ക് പോകണമെന്ന് ദിയയുടെ പ്രസവം കണ്ടപ്പോൾ തോന്നിയോ? ദിയയുടെ പ്രസവം കണ്ടപ്പോഴല്ല, അല്ലെങ്കിലും 3 കുട്ടികൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത ഡെലിവറി ഇങ്ങനെയാവുന്ന വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇതിലൊരു സോഷ്യൽ ഫാക്ടറും കൂടി ഉണ്ട്. ഇതിപ്പോ ഒരു സെലിബ്രിറ്റി ഫാമിലി ആയതുകൊണ്ടും അതുപോലെ ഇവരുടെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലി ആയതുകൊണ്ടും, അതിപ്പോഴല്ല, ഇത് തൊട്ട് മുമ്പ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഫാമിലിയുടെ ഒരു യൂണിറ്റിയും ഒരു സോളിഡായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സാധാരണ കേരളത്തിലെ ഒരു പാട്രിയാർക്കൽ സോഷ്യൽ സ്ട്രക്ചറിൽ സ്ത്രീകൾക്ക് സേ കുറവാണ് ഈ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രസവം അല്ലെങ്കിൽ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ വരുന്ന ഒരു സമയത്ത് അതിന് ശേഷമുള്ളതും. അപ്പോ ഇങ്ങനെ ഒരു ബർത്ത് സ്യൂട്ട് അവൈലബിൾ ആവുക, അല്ലെങ്കിൽ ഇവിടെ ഇത്ര പേർക്ക് അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ വരിക എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇത് ആരാണ് നിൽക്കുന്നത്, അവർ ഏതൊക്കെ സ്റ്റേജസിൽ നിൽക്കണം എന്ന് പ്രസവിക്കുന്ന സ്ത്രീക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവേണ്ടത് അതൊരു ഗ്രാസ് റൂട്ട്സിലേക്ക് ഒരു കോൺസെപ്റ്റ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ച് പ്രസവ സമയത്തും പ്രസവം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫാമിലി ലൈഫിലും ഇമ്പാക്ട് ചെയ്യാവുന്ന ഒരു ഡിസിഷൻ ആണത്. ഇന്നയാളെ നിൽക്കണം, ഇന്നയാളെ നിൽക്കണ്ട എന്നുള്ള ഒരു ഡിസിഷൻ ഇവർ എടുക്കുമ്പോൾ അത് എന്തുകൊണ്ട് എടുക്കുന്നു, ഇതൊക്കെ ഒരു ഫാമിലി കൗൺസിലിംഗിലൂടെ മാത്രം തീരുമാനിക്കാൻ പറ്റും. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതിന്റെ റിപ്പർക്കഷൻസ് വരികയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു വലിയ അവയർനെസ് ശരിക്ക് പ്രസവം അല്ലെങ്കിൽ ഗർഭകാലം തുടങ്ങുന്ന സമയത്ത് തന്നെ 2 ഫാമിലിക്കും കൊടുക്കും. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങും ചോയ്സും ഈ ഗർഭിണിക്ക് ഉണ്ടാവും. അത് ഒരു നല്ലതിനായി തീരുകയും ചെയ്യേണ്ട ഒരു സോഷ്യൽ ചേഞ്ചും കൂടെ ശരിക്കും ഗ്രാസ് റൂട്ട്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ വലിയൊരു പ്രശ്നം. അല്ല അനഘ, ഈ രണ്ടാമത്തെ പ്രസവം മോനാണോ മോളാണോ അനഘയ്ക്ക്? മോളാണ്, രണ്ടാമതും മകളാണ്. അപ്പൊ മോൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് ഇതുപോലെ പ്രസവിക്കണം, ഹസ്ബൻഡ് അടുത്തുണ്ടാകണം എന്നൊക്കെ പറഞ്ഞപ്പോ എതിർപ്പുകൾ ഉണ്ടായിരുന്നോ? എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അത് പലരും അത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സോഷ്യൽ ടാബു ആണ്. വെച്ചാൽ ഒരു അപ്രിഹെൻഷൻ ആണ് പറഞ്ഞത്. അയ്യോ, അങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഭർത്താവ് കാണുന്നത് പിന്നീടുള്ള ജീവിതത്തിൽ ഒരു പ്രശ്നമാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊരു വല്ലാത്തൊരു എന്താണ്, എനിക്കറിയില്ല അത് എന്തൊക്കെ തരം സ്റ്റിഗ്മയാണ് അതിന്റെ ഭാഗത്തുള്ളതെന്ന്. അപ്പൊ അതിന്റെ മറ്റൊരു കാര്യം, ഞാൻ ഡെലിബറേറ്റ്ലി എന്റെ കമ്പാനിയനായിട്ട് 2ാമത്തെ വട്ടം ചൂസ് ചെയ്തത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയായിരുന്നു. അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ടും ഹസ്ബൻഡിന്റെ അമ്മയെ ചൂസ് ചെയ്തോ? നമ്മുടെ ഒരു കംഫർട്ട് ലെവൽസ് വെച്ചിട്ട് സ്ത്രീകൾക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതിന് ഫ്രൗൺസ് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ രസമായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഏറ്റവും ആദ്യം കണ്ടതും എന്റെ ഹസ്ബൻഡിന്റെ അമ്മയെ തന്നെയായിരുന്നു. അത് വളരെ ഒരു കാര്യം, എപ്പിഡ്യൂറൽ
എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റിയില്ല, പ്രസവ വേദനയൊക്കെ, എനിക്കൊരു ഐവിയോ ഇഞ്ചക്ഷനോ പോലും ഇടാൻ പറ്റിയില്ല. ഉം. ഞാൻ വല്ലാതെ ഷിവർ ചെയ്യാനൊക്കെ തുടങ്ങി പ്രസവം കഴിഞ്ഞപ്പോ. ആദ്യത്തെ ഡെലിവറി കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്നാ തോന്നിയത്. ഓ. അത്ര രണ്ടാമത്തെ ആയതുകൊണ്ട് പെട്ടെന്ന് അഡ്വാൻസ് ചെയ്തു. പക്ഷെ അത് ആ ഒരു സൗകര്യങ്ങളെ കൊണ്ടും എല്ലാം വളരെ നന്നായി എൻജോയ് ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണ്. ഉം.